മാതാപിതാക്കൾ. കാരണം മക്കളെ കൊണ്ട് അവർക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇവരെ കൊല്ലിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ആത്മഹത്യ ചെയ്യിക്കാൻ മാത്രം പ്രഷറിട്ട് നടക്കുന്ന മത നേതാക്കന്മാർ. ഇതെൻ്റെ അനുഭവം പറയണത്. കാരണം എൻ്റെ മാതാപിതാക്കളൊക്കെ ഞാൻ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുമ്പം അവർ പറയണത് നിന്നെക്കൊണ്ട് നീ ഇവിടെ വരുന്നതും ഇവിടെ വന്ന് സംസാരിക്കണം കാരണം കൊണ്ട് ഞങ്ങളിപ്പം ജീവൻ ഒടുക്കി കളഞ്ഞാലോ എന്നുള്ള ഭാഗത്താണ് നിൽക്കണതെന്ന്. ഞാൻ എന്നിട്ട് അതിനൊരു റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുക. കാരണം ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മാതാപിതാക്കളുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. മനസ്സിലായോ? ഞാൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അവരോട് ഷാഫി ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവരെന്നെ കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് എനിക്ക് സാധിക്കാത്തത് കൊണ്ട് അവർ കൊടുക്കുന്ന പ്രഷറിൽ ഇവർക്ക് ജീവിക്കാനുള്ള താല്പര്യവും ഇവർ രോഗിയായിക്കൊണ്ടിരിക്കുക, നിരന്തരം രോഗിയായിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? അപ്പോൾ ഞാൻ ആ ഭാഗത്ത് കാരണം എന്നാലോ ഇവരോട് നമ്മളിത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിത് സമ്മതിക്കാനും പോകുന്നില്ല. കാരണം ഇവരെ വിചാരം ഇവർ ചിന്തിച്ചിരിക്കുന്നത്, ഏതൊരു മനുഷ്യനും ചിന്തിച്ചിരിക്കുന്നത് ഈ സമൂഹമാണ് എന്നെ നിലനിർത്തുന്നതെന്നാണ്. സമൂഹം നിലനിർത്തുന്നതിന് വളരെ തുച്ഛമായ, അതായത് ഒരു 10% ഉള്ളൂ. ഇതിങ്ങനെ പൊത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ ആ 10 സെക്കൻഡ് കൊണ്ട് നമ്മൾ തട്ടിപ്പോവും, അല്ലേ? അപ്പം നമ്മളിവിടെ ജീവിച്ചിരിക്കാൻ കാരണം ഈ കാണുന്ന സൂര്യനും ഈ വെളിച്ചവും ഈ പ്രപഞ്ചത്തിലെ എല്ലാ മരങ്ങളും ജന്തുക്കളുമാണ്. അതാണ് നമുക്ക് പൂർണ്ണമായിട്ടും ഇവിടെ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ കാണാൻ സാധിക്കുന്നത്. ഈ ആചാര അനുഷ്ഠാനങ്ങൾ പ്രവർത്തിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ജീവനോടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇനിയും ഈ പൊട്ടത്തരത്തിൻ്റെ കഥയും പറഞ്ഞ് ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ 1500 വർഷം മുമ്പേ വന്ന മഹാത്മാവിൻ്റെ അനുഭാവിയാണ് ഞാനെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം കൂടെയുള്ള കൂടപ്പിറപ്പുകളുമായിട്ട് സ്വസ്ഥമായിട്ടൊരു മിനിറ്റ് ഇരിക്കാൻ സൗകര്യമില്ലാത്ത നമ്മളാണ് കുട്ടികൾ വഴിപിഴച്ചു പോയി, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നശിക്കും, നമ്മളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? ഈ പറയുന്ന ഓരോരുത്തരും അവനവനിൽ നാശം കണ്ടതുകൊണ്ട് മാത്രമാണ് ഇതിപ്പം ശരിയാക്കാൻ വേണ്ടി മറ്റെല്ലാവരെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വളരെ റിലാക്സ്ഡായിട്ട് വളരെ സമാധാനം